ഇസ്രായേലിയർ അല്ലാത്ത കനാന്യ സ്ത്രീയായ രഹാബിനെയും മോവാബ്യ സ്ത്രീയായ രൂത്തിനെയും ദൈവപുത്രൻ്റെ ജനനത്തിന് വഴിയൊരുക്കുവാൻ തെരഞ്ഞെടുത്ത അത്യുന്നതനായ ദൈവത്തിൻ്റെ അത്ഭുതകരമായ മനസ്സലിവും കരുണയും ഇന്നും മാറ്റമില്ലാത്തതാകുന്നു. കുശവൻ്റെ കയ്യിൽ കളിമണ്ണിരിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കയ്യിലിരിക്കുന്നുവെന്ന് ഇസ്രായേൽ ജനത്തെ നോക്കി പറഞ്ഞ അത്യുന്നതനായ ദൈവത്തിൻ്റെ കരങ്ങളിൽ കുശവൻ്റെ കയ്യിൽ കളിമണ്ണ് എങ്ങനെയായിരിക്കുന്നുവോ അതുപോലെ നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കാം. അവ്യക്തവും അപൂർണവുമായിരുന്ന രഹാബിൻ്റെയും രൂത്തിൻ്റെയും ജീവിതം ദൈവപ്രവൃത്തിക്കായി തെരഞ്ഞെടുത്ത സർവശക്തനായ ദൈവം ഉടമസ്ഥന് ഉപയോഗവും നല്ല വേലയ്ക്കൊക്കെയും ഒരുക്കപ്പെട്ടതുമായ മാനപാത്രം പോലെ നമ്മെയും രൂപാന്തരപ്പെടുത്തട്ടെ. നഷ്ടങ്ങളുടെയും പരാജയങ്ങളുടെയും നാളുകളിൽ നിന്നും ജയത്തിൻ്റെയും നേട്ടങ്ങളുടെയും നാളുകളിലേക്ക് നമ്മെ നടത്തട്ടെ. നാം ചിന്തിക്കുന്നതിനേക്കാൾ മനോഹരമായി താഴ്ചയിൽ നിന്ന് ഉയർച്ചയിലേക്കും നിന്ദകളിൽ നിന്നും മാനത്തിലേക്കും നല്ല സൃഷ്ടാവാൻ ദൈവം നമ്മെയും വഴി നടത്തുമാറാകട്ടെ.